ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം തിരുസഭ മാതാവ് നമുക്കായി വിചിന്തനത്തിനായി നൽകുന്നത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനഭാഗങ്ങളാണ്. വിതക്കാരൻ്റെ ഉപമ. വിതക്കാരൻ്റെ ഉപമയുടെ വിവരണവും വ്യാഖ്യാനവുമൊക്കെ യേശു തന്നെ നൽകുന്നുണ്ട്. വിതക്കാരൻ യേശുവാണ്. വിധിക്കപ്പെട്ട വിത്ത് ദൈവ വചനമാണ്, സുവിശേഷമാണ്. യേശു പറഞ്ഞ ഈ ഉപമയിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 4 തരം മണ്ണ് 4 തരം കേന്ദ്രക്കാരെ ഉപദേശിക്കുന്നു. ഒന്നാമത്തെ കൂട്ടർ യേശുവിനെ കേൾക്കുന്നു, ഉടനെ തന്നെ അത് തിരസ്കരിക്കുന്നു. അവ സാത്താൻ്റെ കെണിയിൽ അകപ്പെടുന്നു. വിധിക്കപ്പെട്ട വചനത്തിൻ്റെ ഒന്നാമത്തെ ശത്രു അത് സാത്താനാണ്. രണ്ടാമത്തെ കൂട്ടർ വചനം സന്തോഷത്തോടെ കേൾക്കുന്നു, പക്ഷേ സ്ഥിരതയിൽ ജീവിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ആത്മീയ ജീവിത വീക്ഷണമില്ലാത്തതിനാൽ സഹനത്തിന് മുന്നിലും പീഡനങ്ങൾക്ക് മുന്നിലും പിടിച്ചു നിൽക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. 3, വചന പ്രഘോഷണത്തോടൊപ്പം ലോകത്തിൻ്റെ ശബ്ദവും ശ്രദ്ധിക്കുന്നു. ലൗകിക വ്യഗ്രതകൾ. 2, യജമാനന്മാരെ സേവിക്കുവാൻ പരിശ്രമിക്കുന്നതിനാൽ അവർ വീണുപോകുന്നു. 4ാമത്തെ കൂട്ടർ യേശുവിനെ കേൾക്കുന്നു, ഗ്രഹിക്കുന്നു, വചനം സ്വീകരിക്കുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു. ഇവരാണ് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യർ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്കൊന്ന് ആത്മപരിശോധന ചെയ്ത് നോക്കാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വേരൂന്നാനും ഫലം കായ്ക്കാനും അനുവദിക്കുന്ന നല്ല മണ്ണ് പോലെയാണോ നാം? വിതക്കാരൻ്റെ ഉപമ നമ്മെ ദൈവവചനം സ്വീകരിക്കുവാൻ വിളിക്കുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വേരൂന്നിയതും വിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും സമൃദ്ധമായ വിളവെടുപ്പ് നടത്തുവാൻ അനുവദിക്കുന്നതുമായിരിക്കണം. ദൈവവചനത്തോട് തുറന്നതും ശ്രദ്ധയുള്ളതും പ്രതികരിക്കുന്നതുമായ ഒരു ഹൃദയം നട്ടുവളർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഉപമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പാരീസിലെ സർവകലാശാലയിൽ തത്വശാസ്ത്രം പഠിപ്പിച്ചിരുന്ന അവസരത്തിൽ ഈശോ സഭ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോള അദ്ദേഹത്തോട് നിരന്തരമായി ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ആവർത്തിച്ചുള്ള ഈ ചോദ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പരിവർത്തനങ്ങൾ ഉളവാക്കി. അദ്ദേഹം ഈശോ സഭയിൽ ചേരുകയും പിന്നീട് ഒരു മഹാമിഷണറിയായി അദ്ദേഹം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ദൈവവചനം കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം അറിയാതെ തന്നെ ഒരു വിശുദ്ധീകരണം നടക്കുന്നു. ഇരുനിലവാളിനേക്കാൾ മൂർച്ചയുള്ള വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.